ചേരുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി മേരി ജോർജ്, 10,000 കോടിയുടെ അധിക ബാധ്യത വരും, ഇതെല്ലാം പൂർത്തിയാക്കണം എങ്കിൽ എന്നാണല്ലോ സർക്കാരിന്റെ അവകാശവാദം. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? സർക്കാരിന്റെ കയ്യിൽ പണമുണ്ടോ ഇതിന്? അതായത് സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ഈ അടുത്ത നാളില് ഏകദേശം 1.5 മാസം മുൻപാണ് പറഞ്ഞത്, ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ ഇതുപോലെയുള്ള ഫ്രീ ബീസ് പ്രഖ്യാപനം അരുത്, അത് ഡെമോക്രസിയുടെ അതായത് മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ കണ്ടു ഈ അടുത്ത നാളിലെ ബീഹാർ ഇലക്ഷന് നരേന്ദ്രമോദി, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ 10,000 രൂപ ഓരോ സ്ത്രീക്കും കൊടുക്കുമെന്ന് പറഞ്ഞത് നമ്മൾ ഓർമ്മിക്കുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഇതുപോലെയുള്ള അതായത് ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്ന രീതിയിൽ ഈ ഡെമോക്രസിയിലെ ജനങ്ങൾ നിൽക്കും, എന്തെങ്കിലും കാരുണ്യം വലിച്ചെറിഞ്ഞു കൊടുത്താൽ അത് എടുത്തുകൊണ്ട് വോട്ട് ചെയ്യും, അങ്ങനെ വീണ്ടും ഭരണത്തിൽ വരാം എന്ന വിചാരത്തോടെ മാത്രമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പോലും തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്നു കമ്പനികൾ. അതുപോലെ തന്നെ അതായത് 5 പ്രധാനപ്പെട്ട രോഗങ്ങൾക്കുള്ള കാരുണ്യ ലോട്ടറി സിസ്റ്റത്തിൽ നിന്ന്, പിന്നെ ഇൻഷുറൻസ് സിസ്റ്റത്തിൽ നിന്ന് ആശുപത്രികൾ പിന്മാറുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്കൂളുകൾ, കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്നു. അങ്ങനെ എന്തൊക്കെ അപകടങ്ങളും എന്തൊക്കെ അപഖ്യാതികളുമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ഗവൺമെന്റ് സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് വിടാതിരിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ചില കൊടുക്കൽ വാങ്ങൽ വ്യവസ്ഥകൾ കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്രയേറെ ക്ഷേമ പ്രഖ്യാപനങ്ങളുമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. നമുക്കതിൽ ഓരോ ക്ഷേമ പ്രഖ്യാപനവും നോക്കാം. ഒന്നാമത്തെ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് പക്ഷേ ഭരണത്തിൽ കയറിയ ആരംഭത്തിൽ നടത്തണമായിരുന്നു, അത് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യണമായിരുന്നു. എങ്കിൽ ഈ ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ആയിട്ട് നമുക്കത് ഉയർത്തിക്കാട്ടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഇറങ്ങിപ്പോകുന്നതിന്റെ തലേന്ന് ഇവിടെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് തന്നെ അറിയാം അവരെത്ര മാസങ്ങൾ ക്ഷേമ പെൻഷൻ കിട്ടാതെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ടുവെന്ന്. അത് 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് പോലും അത് മുടക്കം വന്ന അവസ്ഥ നമുക്കറിയാം. അത്ര വലിയ ധനപ്രതിസന്ധിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മേരി ജോർജ്, പക്ഷേ ഇത് ജനകീയ പ്രഖ്യാപനങ്ങളായതുകൊണ്ട് പ്രതിപക്ഷത്തിനും ഇത് ഉന്നയിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, കാരണം അത് ജനങ്ങൾക്കെതിരായി മാറും എന്നുള്ളതുകൊണ്ട്. പക്ഷെ നേരത്തെ നമ്മളിത് പലതവണ ചർച്ച ചെയ്തതാണ്. ഇന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറയുകയാണ് കേന്ദ്രം ഇനിയും 58,000 കോടി തരാനുണ്ട്, അത് ഇതുവരെ തന്നിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നുള്ള പ്രചാരണം വീണ്ടും ആവർത്തിക്കുകയാണല്ലോ ധനമന്ത്രി ചെയ്യുന്നത്. അതിനിടെ ഈ 10,000 കോടി അധികം വേണമെന്നുള്ള പ്രഖ്യാപനവും ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ലല്ലോ. ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല മഞ്ജുഷ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയും 3ാം വട്ടവും ഭരണം പിടിച്ചെടുക്കുക, അത് മാത്രമാണ് പാർട്ടിയുടെ ലക്ഷ്യം. 35 വർഷം ഭരിച്ച ബംഗാളിന്റെ അവസ്ഥ എന്തായി? ഇപ്പൊ 15 വർഷമായിട്ട് മമതാ ബാനർജിക്ക് അതിനെ ഉത്തരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ കേരളത്തെയും പടുകുഴിയിലേക്ക് തള്ളിയിടണം, അതാണ് ഈ ഗവൺമെന്റിന്റെ ആഗ്രഹം. എന്നിട്ട് 10ഉം 12ഉം 15ഉം നിലയുള്ള വലിയ കെട്ടിടങ്ങൾ പടുത്തുയർത്തുകയാണ് പാർട്ടിക്ക് വേണ്ടി. ഇതാണോ കമ്മ്യൂണിസം പഠിപ്പിച്ചിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പിൾസിന്റെ ABC പോലും അറിയാത്തവരാണ്. അറിയാമായിരിക്കാം, പക്ഷെ അതല്ല നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ശ്രീമതി മേരി ജോർജ്, ക്ഷേമ പെൻഷൻ ഇടയ്ക്ക് കുടിശ്ശിക വന്നാലും കൊടുത്തു തീർക്കുന്നുണ്ട്. ആ ഒരു അവകാശവാദം ഉന്നയിക്കുവാൻ പറ്റും. ഇനി ഈ സർക്കാർ അധികാരത്തിലുള്ള സമയത്ത് 6 മാസം കൂടി ഇല്ലേ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടി വരും. അതിലാണ് സർക്കാർ ഒരു റിസ്ക് എടുത്തിരിക്കുന്നത്. 2,000 ആക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ലല്ലോ. മുൻപൊക്കെ 100 രൂപയൊക്കെ വെച്ച് കൂട്ടുന്ന സമയത്താണ് ഇത് ഒറ്റയടിക്ക് ഇത്രയും തുക കൂട്ടുന്നത്. പക്ഷേ അന്നേരം മഞ്ജുഷ് ഗോപാൽ സാധന സാമഗ്രികളുടെ വിലക്കയറ്റ നോക്കണമായിരുന്നു. അന്ന് കൊടുത്തിരുന്ന വിലയാണോ ഇപ്പോൾ കൊടുക്കേണ്ടത്? ഉദാഹരണത്തിന് ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ 1.57 ആണ് ഉപഭോക്തൃ വില നിലവാരം, 1.57. കേരളത്തിൽ അത് 10% ഓർക്കണം. അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടുതൽ കൊടുക്കേണ്ട കേരളത്തില് ഈ 400 രൂപ കൂട്ടി എന്നുള്ളത് ശരിയാണ്.
പക്ഷെ അത് ഇവര് ഭരണത്തിൽ വന്നപ്പോഴേ കൂട്ടണമായിരുന്നു. 5 വർഷം ജനങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരം കൊടുക്കണമായിരുന്നു. ഇറങ്ങിപ്പോകാൻ നേരത്ത് കൂട്ടുന്നത് ജനങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും വോട്ട് തരൂ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും ചെയ്യുമെന്ന് വീമ്പിളക്കാനാണ്. അതല്ലാതെ അവരുടെ മുഖം മിനുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. യുക്തിസഹമായി ചിന്തിക്കുന്ന ലിറ്ററേറ്റ് ആയിട്ടുള്ള മലയാളികൾ ഇതിനെതിരെ നിൽക്കും, ഇതിനോട് കൂടിച്ചേർന്ന് നിൽക്കുകയില്ല. ഈ 400 രൂപ കൂട്ടിക്കൊടുക്കുന്നതിൽ നമുക്ക് ആർക്കും എതിർപ്പില്ല, അവരത് അർഹിക്കുന്നു. പക്ഷെ കൊടുക്കേണ്ടത് ഇപ്പോഴല്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. കൊടുക്കേണ്ടത് അവര് ഭരണത്തിൽ വന്ന ഉടനെയായിരുന്നു. എന്നിട്ട് ശരിയായ ധന മാനേജ്മെന്റ്, അതായത് റവന്യൂ എങ്ങനെ പിരിച്ചെടുക്കണം, കളക്ട് ചെയ്യണം, അതുപോലെ അത് വേണ്ട രീതിയിൽ എങ്ങനെ ചെലവഴിക്കണം, അങ്ങനെ മാറ്റം അങ്ങനെ നടത്തുന്ന കാര്യക്ഷമതയോടെ. കാര്യക്ഷമത എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന പിണറായി വിജയന്റെ ഭരണകാലത്ത് കാര്യക്ഷമത തൊട്ടു തീണ്ടിയിട്ടില്ല നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഭരണവകുപ്പില്. അതുകൊണ്ടാണ് ധനവകുപ്പും അതുപോലെ തന്നെ. അപ്പൊ നിങ്ങൾ CAG റിപ്പോർട്ട് നോക്കണം മഞ്ജുഷ് ഗോപാൽ. ഓരോ വകുപ്പിനും കൊടുത്തിരിക്കുന്ന പൈസ അവിടെ നിന്ന് വെട്ടിച്ചുരുക്കി വകമാറ്റലാണ്. ശ്രീമതി മേരി ജോർജ്, അല്ലല്ലോ, ഒരു വർഷം മുൻപ് നിയമസഭയിൽ മുഖ്യമന്ത്രി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയതാണ്. ഒരു വർഷം മുൻപ് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതാണ് പണം വെട്ടി മാറ്റുന്നത്. ഒരു വർഷം മുൻപ് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ബജറ്റ് വിഹിതത്തിൽ കുറവ് വരുത്തി ഏകദേശം 50% കുറവ് വരുത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലെ ഇനിയും ബജറ്റിൽ തൊടുക എന്നുള്ളതായിരിക്കുമല്ലോ. അതായത് പ്ലാൻ ഫണ്ടിൽ കഴിഞ്ഞ വർഷം ഈ പറയപ്പെട്ട ഇതേ ധനമന്ത്രി തന്നെ ഈ കഴിഞ്ഞ ഡിസംബറിൽ പ്രഖ്യാപിച്ചതാണ്. പ്ലാൻ ഫണ്ടാണ് ഈ പറയപ്പെട്ട മൂലധന ചെലവിന് വേണ്ടി കൊടുക്കുന്ന ഫണ്ടാണ് അതായത് പ്ലാൻ ഫണ്ട്. ആ പ്ലാൻ ഫണ്ടിൽ 50% വെട്ടിക്കുറവ് വരുത്തി എന്ന് നമ്മുടെ ധനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം ആ മന്ത്രി വീണ ജോർജ് അത് ഏറ്റുപറഞ്ഞു. അതായത് അവർക്ക് ഓഫർ ചെയ്തിരുന്ന പണത്തിന്റെ 50% കുറച്ചാണ് കിട്ടിയത്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകളുടെ ഒക്കെ പ്രവർത്തനം ഇത്ര മോശമായി പോകുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ വകുപ്പ്, ഏത് വകുപ്പ് എടുത്താലും നമുക്കറിയാം. അതുപോലെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ ഇവിടെ 41 ക്ഷേമ ബോർഡുകളുണ്ട്. ആ ക്ഷേമ ബോർഡുകളുടെ ഫണ്ടെല്ലാം ഗവൺമെന്റ് വകമാറ്റുന്നു. അപ്പോൾ ക്ഷേമ ബോർഡുകളിൽ നിന്ന് കൊടുക്കേണ്ട ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു. അതൊക്കെ ഇപ്പൊ തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒക്കെ പോകട്ടെ മഞ്ജുഷേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്തിനാണ് ഈ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ഓർക്കണം, 45 ലക്ഷം കുടുംബശ്രീ സ്ത്രീകളുണ്ട്. അവരുടെ എല്ലാം വോട്ട് നോട്ടം ഇട്ടുകൊണ്ടാണ് കുടുംബശ്രീ ADSകൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്നത്. ഇതുപോലെ ഈ വോട്ട് മോഷണം, അതായത് SIR വഴി മാത്രമല്ല വോട്ട് മോഷ്ടിക്കാവുന്നത്. ഇതുപോലെയുള്ള ചതുരംഗ കളികളിലൂടെ ഒരുപാട് വോട്ട് മോഷ്ടിക്കാൻ കഴിയും. അതാണ് ഇപ്പോൾ പിണറായി ഗവൺമെന്റ് പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം മഞ്ജുഷ്. ശരി, നന്ദി ശ്രീമതി മേരി ജോർജ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് പടിവാതിൽക്കൽ സമയത്ത് സർക്കാർ തുടർ ഭരണം ലക്ഷ്യമിടുന്നു എന്നുള്ള ആരോപണം ഇക്കാര്യത്തിൽ വരും. പക്ഷേ പ്രഖ്യാപനങ്ങൾ എല്ലാം ജനപ്രിയമാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രഖ്യാപനങ്ങളാണ്. അതിൽ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ കാര്യം പോലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ്.